ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർ മാത്രം കണ്ടിന്യൂ ആയിട്ട് കണ്ടാൽ മതി. ആദ്യം ഞാനൊരു കുക്കർ എടുത്തെങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, എന്താണെന്ന് പറയാൻ മറന്നു കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ കുക്കർ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്നത് എന്തൊക്കെയാണെന്നറിയോ? ബേ ലീഫ്, പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ഇത്ര ഐറ്റംസ് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടണം. പൊട്ടുമ്പോൾ ഒരു മണം വരും കേട്ടോ. ആഹാ, ആ മണം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടൊന്ന് കുറച്ച് വെക്കണം. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനകത്ത് ഞാൻ പച്ചമുളക് ഇട്ടിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടിയാണത്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കുക. ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നേരെ നമ്മുടെ സവാരി ഗിരി എടുത്തിട്ട് അതിനകത്ത് ഇടുക. അതായത് നമ്മുടെ സവാള കേട്ടോ. സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ഈ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പൊടിക്കൈയാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനും ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പോകുക കേട്ടോ. ആദ്യം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ ആദ്യം അത് ലേശം ഇട്ട് കൊടുത്താൽ മതി, പിന്നെ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, എത്ര വേണമെന്നുള്ളത്. പിന്നെ നമ്മൾ ആദ്യം ഉപ്പിടുന്നത് കണക്കിൽ വേണേനും, പിന്നെ കൂടി പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകം പറയുന്നത്. ഒരു സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് പൊട്ടാറ്റോ അരിഞ്ഞത്, അതായത് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ സ്റ്റൂ എന്ന് പറയുമ്പോൾ തന്നെ പൊട്ടാറ്റോ ആണല്ലോ അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഉരുളക്കിഴങ്ങ് വേണം. അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കുക്കറിനകത്ത് കിടന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും ഉള്ളിയും പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റൊക്കെ നന്നായിട്ടൊരു എന്താ പറയുക കുഴഞ്ഞ് വരുന്ന പരുവമാകുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ കുക്കറിലെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. പിന്നെ കരിവേപ്പിൻ്റെ ഇല മസ്റ്റാണ്. അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നല്ല എന്താ പറയുക കുഴമ്പ് രൂപമാകുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കനാണ്. 1.5 കിലോ ചിക്കനാണ് ഒരു തക്കാളി ഇട്ട് കൊടുത്തത്. അപ്പോൾ സ്റ്റൂവിൽ അധികം തക്കാളീൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുത്തത്. ശേഷം നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. കുഴയ്ക്കുകയെന്ന് വെച്ചാൽ കയ്യിൽ വെച്ച് നന്നായിട്ട് അതിനെ ഇളക്കി സെറ്റാക്കണം. അതായത് അതിനകത്ത് ഇട്ട സാധനം എല്ലായിടത്തും എത്തണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി നോക്കുക. ഈ ചിക്കനിന് കുറച്ച് വെള്ളം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഓവർ വെള്ളമാക്കാൻ പാടില്ല. അപ്പോൾ അതായത് ചിക്കൻ്റെ താഴത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇതാ ഈ പരുവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ എടുക്കാത്തതാണ്. ആദ്യം തന്നെ ഉപ്പിട്ട് കാണിച്ചതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെക്കണം. പിന്നെ ഈ ഗരം മസാല വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിനകത്ത് ആദ്യം ഇട്ടത് പട്ടയും ഗ്രാമ്പും ഒക്കെ തന്നെയാണല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഗരം മസാല ഇട്ടിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് കുക്കർ അടച്ചിട്ട് സിമ്മിലിട്ടിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. ആ നേരം തന്നെ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങയൊക്കെ ചിരവിയിട്ട് ജാറിലിട്ട് അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ഞാൻ എന്താ പറയുക, എല്ലാവരും സ്റ്റൂ വെക്കുമ്പോൾ തേങ്ങാപ്പാലാണ് പിഴിഞ്ഞൊഴിക്കാറ്. പക്ഷേ ഞാനിവിടെ ഒരു വെറൈറ്റിക്ക് തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് പെരുംജീരകവും പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച നട്ട്സും ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്യാം. ശേഷം ഇവിടെ കുക്കറൊക്കെ വിസിലടിച്ചു. ഞാൻ ഒരു ഉരുളി വെച്ചിട്ട് ചിക്കൻ അതിലേക്ക് മാറ്റുകയാണ്. ഞാൻ പറഞ്ഞത് സിമ്പിൾ മെത്തേഡാട്ടോ, ഞാൻ ചെയ്യുന്ന സിമ്പിൾ മെത്തേഡാണിത്. ഉരുളിയിലേക്ക് നമ്മളെ ചിക്കനെല്ലാം ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ചേർത്ത് സെറ്റാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഉരുളിയിലേക്ക് കുക്കർ തുറന്നിട്ട് ചിക്കനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പാകം വേവായിരിക്കും. ഈ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തന്നെ കറിക്കൊരു കട്ടി വരും. നമ്മളിങ്ങനെ ഇളക്കി വരുമ്പോൾ ഒരു കട്ടി വരും. പിന്നെ ചിക്കൻ ആണെങ്കിലും വേവായിട്ടുണ്ടാവും. ഞാൻ ബ്രോയിലർ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് ഇവിടെ. അതും ഒരു സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ മസ്റ്റായിട്ട് നോക്കണം. പിന്നെ ചിലർക്ക് കൂടുതൽ വേണ്ടി വരും, കുറവ് വേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് പാകം പോലെ ചെയ്യണം. ഞാൻ ഇവിടെ അത് തിളച്ചപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് അങ്ങ് ചേർത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇതിനകത്ത് ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറൊക്കെ വന്നപ്പോൾ ഒരു കളർ ലേശം മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതിലേക്ക് തേങ്ങ ചേർത്തിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിൻപുറത്തുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, റിച്ച് ആയിട്ടുള്ള രീതിയിലൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കണം. എന്താണെങ്കിലും തിളയ്ക്കണം. തുടങ്ങുമ്പോഴാണ് നമ്മളിത് ഓഫാക്കേണ്ടത്. തുടങ്ങിയിട്ട് നമ്മൾ ഓഫാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞ പോലൊരു
ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തിള വരുമ്പോൾ തന്നെ അത് ഓഫാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഡെക്കറേഷനും വേണ്ടിയിട്ട് ഞാനിവിടെ മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫാക്കി കേട്ടോ. സ്റ്റവ് ഓഫാക്കി ഇനി അതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പച്ച കളർ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്തിട്ടോ എനിക്ക്. എൻ്റെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്പ്പത്തലാണ് നമ്മുടെ കോമ്പിനേഷൻ. അപ്പം നെയ്പ്പത്തൽ സിമ്പിൾ പരിപാടിയാണ്. നെസ്റ്റോയിൽ പോയിട്ട് നെയ്പ്പത്തലിൻ്റെ പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരിക. അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴക്കൽ. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ആ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ പത്തിരിയുടെ ഉരുള പോലെ തന്നെ ആക്കിയിട്ട് അത് പ്രസ്സറിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ചീനച്ചട്ടിയിട്ട് പൊരിക്കുക. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഞാൻ ഇതിൻ്റെ പൊടി ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ പാക്കറ്റ് വാങ്ങിക്കുന്നതാണ്. ഇതാ ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് പൊന്തി വരുമ്പോൾ എടുത്ത് വെക്കാം. അപ്പം നെയ്പ്പത്തലും റെഡി ആയല്ലോ. ഇനി നമുക്കിത് രണ്ടും കൂടി കോമ്പിനേഷനിലാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. ഇവിടെ ഹസ്ബൻഡിനാണെങ്കിലും വീട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിലും നെയ്പ്പത്തലും ചിക്കൻ സ്റ്റൂവും കോമ്പിനേഷനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇനി നിങ്ങളെ ഇഷ്ടത്തിന് അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നെയ്പ്പത്തലിന് പകരം പത്തിരിയോ അല്ലെങ്കിൽ വെള്ളയപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പം നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.